രാവിലെ 10 മണിക്ക് മഞ്ജു ജോസ് എന്ന സ്ത്രീ വീടിന് തൊട്ടടുത്തുള്ള ചാലിൽ വസ്ത്രങ്ങൾ കഴുകാൻ പോയപ്പോൾ ആ വഴി പല ആൾക്കാരും ആ ചാലിലേക്ക് മീൻ പിടിക്കാൻ വരാറുണ്ട്. ആ സ്ത്രീ മീൻ പിടിക്കാൻ വന്ന ആളെന്ന് ചോദിച്ചിട്ട് ശ്രദ്ധിക്കാതെ അവരുടെ വസ്ത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ മാല പൊട്ടിച്ചിട്ട് ഒരാൾ ഓടിപ്പോയത്. അന്ന് തന്നെ പോലീസ് ആ സംഭവ സ്ഥലത്തൊക്കെ പോയി അന്വേഷിച്ചതിൽ പ്രതിയെക്കുറിച്ച് യാതൊരു വിവരമൊന്നും കിട്ടിയില്ല. പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണത്തിലൊടുവിൽ 3 മാസത്തിന് ശേഷം ഇന്നലെ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് ഒരു വിവരം ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എസ്ഐയും മറ്റ് പോലീസ് പാർട്ടിയും പോയി ടിയാനെ ചോദിച്ചതിൽ ടിയാൻ കൺഫസ് ചെയ്യുകയും ഈ പൊട്ടിച്ച മാലക്കല്ലുള്ള ഒരു ജ്വല്ലറിയിൽ കൊണ്ട് വിൽപ്പന നടത്തുകയും പകരം വേറൊരു സ്ത്രീയുടെ മാല പണയം വെക്കാൻ വാങ്ങിച്ചതിൽ കൊടുക്കാൻ പറ്റാത്തതിൽ ഈ മാല ഒരു 3/4 പവനോളം വരുന്ന ഒരു മാല വാങ്ങിയിട്ട് പണയം വെച്ച് കൊടുത്ത സ്ത്രീക്ക് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരാളെക്കുറിച്ച് അറിയുകയും പോലീസ് അത് 3 മാസത്തോളം നിരീക്ഷിക്കുകയും അവസാനം പ്രതിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. 2024 തീയതിയിൽ മാനത്ത് ഗ്രാമത്തിൽ കരിയോട്ടിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വീടിനടുത്ത് തുണി അലക്കുകയായിരുന്നു മഞ്ജു ജോസ് എന്ന സ്ത്രീ. അപ്പോൾ അവരുടെ മാല മോഷണം പോയായിട്ട് ബന്ധപ്പെട്ട്, മോഷണമല്ല സ്നാച്ചിങ് പോയതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. 499/2024 വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ ക്രൈം. അപ്പോൾ കേസിൽ 304(2) BNS പ്രകാരം സ്നാച്ചിങ് ആയിട്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ 4 വഴികൾ സാറ് അതിൻ്റെ ഡീറ്റെയിൽസ് സാർ പറഞ്ഞിട്ടുണ്ട്. 4 വഴികളാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കൈതക്കാട് ഞാൻ ഫസ്റ്റ് സ്ഥലം വിസിറ്റ് ചെയ്തത്. ഒരു ചെറിയൊരു കൈതത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കൈതത്തോട്ടത്തിൽ അവിടുത്തെ നാട്ടുകാരല്ലാത്ത ഒരാൾ ഒക്കെ വന്നിട്ട് ആ ഒരു തോട്ടിൽ പോയി ഇറങ്ങിയിട്ട് മാല പൊട്ടിച്ച് തിരിച്ച് അതുവഴി ഓടിപ്പോകാനുള്ള സാധ്യതയില്ല. ഞങ്ങൾ ആ തോട്ടിലേക്ക് ഇറങ്ങിയൊക്കെ നോക്കി, ഞാനും ടീമും എൻ്റെ കൂടെ ASI പ്രേമൻ, ASI നൗഷാദ്, SI രാജൻ, ഡ്രൈവർ എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ടീമായിട്ട് രൂപീകരിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തി വരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ സ്ഥലം വിസിറ്റ് ചെയ്തിരുന്നു. സ്ഥലം അന്വേഷിച്ച് അതിലേക്കൂടെ നാട്ടുകാരല്ലാത്ത ഒരാൾക്ക് പോയിട്ട് മാല പൊട്ടിച്ച് തിരിച്ച് അതായത് ഈ തോടിൻ്റെ അപ്പുറത്താണ് സ്ത്രീ അലക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ തോട് ക്രോസ് ചെയ്തിട്ട് മാല പൊട്ടിച്ചിട്ട് തിരിച്ച് ആ തോട് ക്രോസ് ചെയ്തിട്ട് ഓടുക എന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യം. അപ്പം ആ സമയത്ത് നല്ല കുത്തൊഴുക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ഇറങ്ങി എൻ്റെ ഷൂസും എല്ലാം പോയിരുന്നു. അപ്പോൾ ഞാൻ പലവട്ടം വെള്ളത്തിൽ സ്ലിപ്പായി വീഴാനൊക്കെ പോയിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് അവിടെ മീൻ പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വരുന്ന ഒരാളല്ലാതെ ഒരാൾക്ക് അവിടെ പോകാൻ പറ്റില്ലെന്നായിട്ട് ഞങ്ങൾ അന്വേഷണത്തിൽ തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പം സ്ത്രീയെ ചോദ്യം ചെയ്തതിൽ ലേഡി പറഞ്ഞ് ഒരു ഇരുണ്ട തരത്തിലുള്ള ആൾ, അധികം ശരീര ശേഷിയില്ലാത്ത ഒരു ഇരുണ്ട തരത്തിലുള്ള ആളാണ്, ഒരു ബ്ലൂ കളറ് ട്രെയിൻ കോട്ട് ധരിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ CCTV ഫുട്ടേജ് മറ്റു കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. അപ്പോൾ കൂടാതെ സംശയമുള്ള ക്രിമിനൽസിനെയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിരുന്നു. സംശയമുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള അത് കാര്യം വെള്ളരിക്കുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ സ്നാച്ചിങ് റിപ്പോർട്ടാകുന്നത് വളരെ കാലത്തിന് ശേഷമാണെന്ന് തോന്നുന്നു. ഞാൻ പുതിയ സേവനം എനിക്കറിയില്ല, അങ്ങനെയാണ് ഞാൻ കേട്ടത്. അപ്പം ഞങ്ങൾ കുറേ ജ്വല്ലറികൾ കാര്യങ്ങൾ സ്വന്തമായ കാര്യം എന്ന് പറഞ്ഞാൽ ജ്വല്ലറികൾ പലതും മറച്ചു വെച്ചു. ഞങ്ങളിപ്പോൾ ഈ കണ്ടുകിട്ടിയ ജ്വല്ലറി തന്നെ ഞങ്ങൾക്ക് ഒരു ടീം അന്വേഷിച്ചിരുന്നതാണ്. പക്ഷേ അവർ സത്യമായിട്ട് പറഞ്ഞില്ല. അങ്ങനെ ഒരു സംഭവം നടക്കുന്ന അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ഒരു വിവരം കിട്ടിയത്. ഇപ്പം ഈ ഷാജി എന്ന് പറയുന്ന ആൾ, ഷാജി എന്നാണ് അയാളുടെ പേര്, ചുള്ളിയിലാണ് സ്ഥലം. 30 വയസ്സോളം പ്രായമുണ്ട് ആൾക്ക്. അപ്പോൾ ആളുടെ സുഹൃത്തായ അനീഷ് അനിൽ എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്നൊരു മാല വാങ്ങി പണയം വെച്ചിരുന്നു. അപ്പോൾ ആ മാല ഇദ്ദേഹം പിറ്റേ ദിവസം, അതായത് 24/9 ഒരു പുതിയ മാല വാങ്ങി തിരിച്ചു കൊടുത്തതായിട്ട് ഞങ്ങൾക്കൊരു വിവരം ലഭിച്ചു, ടീമിന് വിവരം ലഭിച്ചു. അതിനനുസരിച്ച് ഇപ്പോൾ ASI പ്രേമൻ എന്നോട് വന്ന് കാര്യങ്ങൾ പറയുകയും, അപ്പോൾ സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ സാർ ഇന്നലെ പറഞ്ഞ് അവനെ ഒന്ന് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സാറ് ഞങ്ങളെ അങ്ങോട്ട് അയക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ
അവന്റെ ചുറ്റുപാടുകൾ അതിന് മുന്നേ നിരീക്ഷിച്ചിരുന്നു. ആളുടെ പിന്നെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും പിന്നെ ആളുടെ പിന്നെ ബാങ്ക് ട്രാൻസാക്ഷനും കാര്യങ്ങളും CDR ഒക്കെ നേരത്തെ തന്നെ CA സാറിന്റെ നിർദ്ദേശപ്രകാരം പിന്നെ വെരിഫൈ ചെയ്തിരുന്നതാണ്. അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്തു. ഞങ്ങൾ പിന്നെ ചോദ്യം ചെയ്ത് വരെ നമുക്കിപ്പോൾ പഴയത് തൊട്ട് പിന്നെ പിന്നെ ഇത് ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ട് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പിന്നെ ഈ ഇദ്ദേഹത്തിന് നേരത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചിരുന്നു. ഈ ഷാജിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നേരത്തെ ഒരു റിലേറ്റീവിന്റെ പിന്നെ കുട്ടിയുടെ ഒരു ബ്രേസ്ലെറ്റ് എടുത്ത് മാറ്റിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ ഒക്കെ ആയിട്ട് അത് അവർ പിന്നെ ഇയാൾ വിഷം കഴിച്ച് ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അവർ കുടുംബക്കാരായതുകൊണ്ട് സെറ്റിൽ ചെയ്ത് പോയ കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ അനിലിന്റെ വൈഫിന് നിങ്ങൾ പുതിയ മാല വാങ്ങി കൊടുത്തിരുന്നോ എന്ന് ചോദിച്ചു. കൊടുത്തിരുന്നു പറഞ്ഞു. അത് ഏത് ജ്വല്ലറിയിൽ നിന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചു. അത് സോണി ജ്വല്ലറി മാലക്കല്ല് എന്ന് പറയുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞു. അതിനുശേഷം ടിയാനോട് പിന്നെ അതിനെക്കുറിച്ച് പിന്നെ അത് വാങ്ങാൻ എവിടെ നിന്ന് ക്യാഷ് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു മഹീന്ദ്ര ഫിനാൻസിലായിരുന്നു നിന്ന് ക്യാഷ് കിട്ടിയെന്ന് പറഞ്ഞു. മഹീന്ദ്ര ഫിനാൻസിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ അപ്പോൾ തന്നെ വിളിച്ച് അന്വേഷിച്ചു. അതിൽ നിന്നും പിന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മഹീന്ദ്ര ഫിനാൻസിൽ ലോൺ എടുത്ത് കുറേ നാളായി. ഇപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ ആണെന്ന് പറ്റുമെന്ന് ചോദിച്ച് ഞങ്ങൾ വളരെ മെട്ടിക്കുലസ് ആയിട്ട് ചോദ്യം ചെയ്തതിൽ ടിയാനെ കൂടുതൽ കാര്യങ്ങളിൽ പിന്നെ പിടിച്ചിരിക്കാനായില്ല. ഞങ്ങൾ ചോദ്യം ചെയ്യലിൽ അത്രത്തോളം പിന്നെ പെർഫെക്ഷൻ കൊണ്ടുവരാൻ സാധിച്ചതിന്റെ ടീമിന്റെ സാറിന്റെയും പിന്നെ ഈ കൂട്ടായ ശ്രമത്തിലൂടെ തന്നെയാണ്. അപ്പോൾ അതിൽ പിന്നെ കൺഫ്യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരാൾ മാല കൊണ്ട് ചോടുന്നത് ഞാൻ കണ്ടിരുന്നു. അങ്ങനെ മാല അവിടെ ഇട്ടു. ഞാനപ്പോൾ അതെടുത്ത് ഞാൻ കൊണ്ടുപോയായിരുന്നു. അല്ല ഞാനല്ല പൊട്ടിച്ചെന്നുള്ള രീതിയിൽ ആൾ പറയുകയും പിന്നീട് തുടരെ ചോദ്യം ചെയ്തതിൽ ആള് പിന്നെ കുറ്റസമ്മതം ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് പിന്നെ ഇത്രയും നാളുകൾക്ക് ശേഷം ടിയാൻ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്ന്, പോലീസിന്റെ ചോദ്യം ചെയ്യൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്ന്. അത് കൂടാതെ ഞങ്ങളെ ടീം ഷാഡോ ചെയ്തതിന്റെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന് വിവരം ലഭിച്ചിരുന്നു. പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം പുള്ളിക്ക് എന്നെ ലഭിച്ചിരുന്നു. പുള്ളി നല്ലൊരു വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷെ എന്നിരുന്നാലും ദൈവാനുഗ്രഹം കൊണ്ടും പിന്നെ എല്ലാവരുടെയും പിന്നെ ഡയറക്ഷൻസ് കൊണ്ടും ഞങ്ങൾക്ക് ഈ കേസ് ഡിറ്റക്ട് ചെയ്യാനായി വളരെ സന്തോഷമുണ്ട്.